ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. എൻ്റെ പോക്ക് കണ്ടിട്ട് ആർക്കെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടാവും ഞാൻ ആരെയോ തട്ടി വീഴ്ത്താൻ പോവുകയാണെന്ന്. ഒന്നുമല്ല, ആ സാധനം എടുക്കാൻ പോയതാണ് കേട്ടോ. അതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഈ പോക്ക് മറ്റെവിടേക്കുമല്ല, എൻ്റെ സ്വർഗത്തിലേക്കാണ്, എൻ്റെ കൃഷിയിടം. അപ്പോൾ ഇതാ കണ്ടില്ലയോ, എല്ലാവരും വളരെ സന്തോഷത്തോടെ കഴിയുന്ന ഒരിടം. ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പറ്റിപ്പോയൊരു പാളിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പടർന്നു വളരുന്നവരെല്ലാവരും ഒന്നിച്ചായിപ്പോയി. പാവലും പയറും പടവലവും നിത്യവഴുതനയും എല്ലാം. പക്ഷേ ഭംഗിയുണ്ട് കാണാനല്ലേ. അവരെല്ലാവരും ഒന്നിച്ച് അങ്ങനെ അങ്ങോട്ട് വളരട്ടെ, സ്നേഹിച്ചും ഒന്നിച്ച് മുട്ടി ഒരുമി നിന്നൊക്കെ അങ്ങോട്ട് വളരട്ടെ. കുഞ്ഞൻ പാവയ്ക്കാണ് കേട്ടോ. ഇത് എത്രത്തോളം വലുതാകുമെന്നൊന്നും അറിയത്തില്ല. അപ്പം ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഭയങ്കര ഇഷ്ടത്തോടും താല്പര്യത്തോടെയൊക്കെ തന്നെയാണ് ഇതിന് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ ലല്ലുവിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ലക്ഷ്യം വെച്ചത് തന്നെ. കാരണം മറ്റൊന്നുമല്ല, അവൾക്ക് ഒന്നും അറിയത്തില്ല. ഒന്ന് മണ്ണ് മാറ്റാൻ പറഞ്ഞാൽ തന്നെ അവൾക്ക് അറിഞ്ഞുകൂടാ. അവൾക്കെന്നല്ല, ഒരുമാതിരിപ്പെട്ട പിള്ളേർക്കൊന്നും അറിയത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഞാൻ വിചാരിച്ചു, ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്ന കാണുമ്പം വീഡിയോ എടുക്കാനായാലും, പിന്നെ അല്ലാതെ അവൾ ടി വി കാണുന്ന സമയത്തൊക്കെ, ഇതിപ്പോൾ ഇന്ന് നിങ്ങളെ കാണിക്കുന്നു, സ്ഥിരമായിട്ട് ഞാൻ ഇത് വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങാറുണ്ട്. അപ്പോഴെല്ലാം ഞാൻ അവളെ വിളിച്ചുകൊണ്ട് ഇറങ്ങും. വെള്ളം ഒഴിക്കാനും കള പറിക്കാനും മണ്ണ് മാറ്റിയിടാനും വളവിടാനും ഒക്കെ ഞാൻ അവളോട് പറയും. അതെല്ലാം അവൾ ചെയ്യും. എന്നാലും ഇടയ്ക്ക് പറയും, അമ്മ എന്തിനാ എന്നെ വിളിക്കുന്നത്. അപ്പം അവൾക്കും ഒരു എക്സ്പീരിയൻസ് ആകുമല്ലോ. ഭാവിയിൽ എപ്പോഴെങ്കിലുമൊക്കെ അവൾക്കൊരു ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു അനുഭവമായിരിക്കുമല്ലോ ഇത്. പണ്ട് ഞാനും അമ്മയും കൂടി ഇങ്ങനെ ചെയ്തു എന്ന് പറയാം. 6th പഠിക്കുന്നതെന്ന് പറഞ്ഞാലും ഇതൊന്നും വലിയ ധാരണയൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഇത് കണ്ട് ഇപ്പോൾ ഇങ്ങനെ ഫലങ്ങളൊക്കെ ഉണ്ടായി കിടക്കുന്ന കാണുമ്പോൾ കക്ഷി പറയുന്നുണ്ട്, കൊള്ളാലോ, നമുക്കിത് നന്നായിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവൾക്കിതൊരു ഇൻസ്പിറേഷൻ ആവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളിതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പരിധി വരെ നല്ലതല്ലേ. അപ്പം അങ്ങനെ വളരെ ഇഷ്ടത്തോടു കൂടി ഞാനും ഈ ഒരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇന്ന് കളയൊക്കെ പറിച്ച് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇടണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ ആദ്യം തന്നെ പയറിൻ്റെ ലീഫിലൊക്കെ നല്ലോണം പുഴു കയറിയിട്ടുണ്ട്. പിന്നെ അതിനി വേപ്പിൻ പിണ്ണാക്കിൻ്റെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അങ്ങനെ അതൊക്കെ ഇങ്ങനെ മനസ്സിലുണ്ട്, അതൊക്കെ ചെയ്യണം. ഇത് അവിടുത്തെ അമ്മച്ചിയാണെങ്കിൽ എനിക്ക് തോരൻ വെക്കാൻ വേണ്ടി, അപ്പം നേരത്തെ ഞാനിത് ഇവിടുന്ന് പറിച്ചിട്ടുണ്ട് കേട്ടോ. പറിച്ചപ്പോൾ അന്ന് ഞാൻ തോരൻ ഉണ്ടാക്കിയത്. അപ്പം അവരെല്ലാം അത് ഒടിച്ച് കളയാൻ പോന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഒടിച്ച് കളയണ്ട, കുറച്ച് എനിക്ക് തന്നേക്ക് എന്ന് പറഞ്ഞ് ഞാൻ പോയി മേടിച്ചതാണ് ഗൈസ്. അങ്ങനെ ഞാൻ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ണി കണ്ടതെല്ലാം ഒടിച്ചെടുത്ത്. ഇത് പെട്ടെന്ന് അങ്ങ് ഇത് അവിഞ്ഞു പോകുന്ന സാധനം ആയതുകൊണ്ട് കുറേ ഏറെ എടുത്ത് അരിയുമ്പോഴാണ് നമുക്ക് ഒരു 2 നേരമെങ്കിലും കഴിക്കാൻ പറ്റുക. അപ്പം ഞാൻ കൂടുതലും പുറത്തുനിന്ന് വെജിറ്റബിൾസ് അങ്ങനെ വാങ്ങാറില്ല. കഴിവതും പപ്പായ, പിന്നെ അതുപോലെ മുരിങ്ങയില, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വീട്ടിലുണ്ടാക്കാറാണ് പതിവ്. ഇവരെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടായാലും അത് കഴിപ്പിക്കും. എങ്ങനെ പോയാലും ഓമയ്ക്ക ഇട്ടൊക്കെ മാത്രമായിട്ട് ഞാൻ സാമ്പാറൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ എൻ്റെ മാത്രം സ്പെഷ്യൽ സാമ്പാറാണ് ഗൈസ്. പ്രത്യേകിച്ച് റെസിപ്പി ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ലല്ലു എൻ്റെ കൂടെ എല്ലാം ഉണ്ടായിരുന്നു. അവൾ അപ്പോൾ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു, ഇത് ചൊറിയും എന്ന് പറഞ്ഞ് വഴക്കിട്ടായിരുന്നു. പക്ഷെ അന്ന് ആദ്യം ഞാൻ ഉണ്ടാക്കി കൊടുത്തപ്പോഴത്തേക്കിന് അത് ഇഷ്ടമായി. അങ്ങനെ അവൾക്കും ഇപ്പോൾ ഇഷ്ടമാണ്. നേരെ തേങ്ങയൊക്കെ ഇട്ട് നമ്മൾ തോരനാക്കി എടുക്കുമ്പോഴേ, കാന്താരിയൊക്കെ അരച്ചെടുക്കും, നല്ല ടേസ്റ്റാണ്. പണ്ട് എൻ്റെ കുഞ്ഞുനാളിൽ വീട്ടിൽ അമ്മ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തരുന്നത്, അതിൻ്റെ ആ ഒരു രുചി ഇപ്പോഴും നാവിൻ തുമ്പിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കും. ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടുമുള്ള വിഭവങ്ങൾ കാണുമ്പോൾ ഇപ്പോഴും ഒരു ഇഷ്ടമുണ്ട്. നല്ല താല്പര്യത്തോടു കൂടി ഞാൻ അതൊക്കെ എടുത്ത് കുക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ അത് കുറേയേറെ ഒടിച്ച് കേട്ടോ, കുറേയേറെ ഒടിച്ച് ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിനെയും വാരിപ്പറക്കി അപ്പുറത്ത് കൊണ്ടുപോയി വെക്കുകയാണ് ഗൈസ്, കണ്ടില്ലയോ. അങ്ങനെ അതെല്ലാം അവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഇനി അടുത്ത ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് വേഗം ചെന്നിട്ട് ഞാനവിടെ ചാണകപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചാണകപ്പൊടിയല്ലേ ഇനി ഇങ്ങനെ ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇടണം. അത് ലല്ലുവിനെ കാണിച്ചു കൊടുക്കണം. ലല്ലുവിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ ഓരോ കാര്യങ്ങളിങ്ങനെ വാ പൂട്ടി വെക്കാതെ അവളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവൾ പിന്നാലെ വീഡിയോ എടുക്കുന്നു. അപ്പോൾ അവളോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, വേരിലൊന്നും മുട്ടരുത്, വേരിൽ മുട്ടാതെ നമ്മളിങ്ങനെ ആദ്യം മണ്ണ് മാറ്റി കൊടുക്കും. മണ്ണ് മാറ്റി കൊടുത്തിട്ട് സൈഡിലെല്ലാം ഇതിങ്ങനെ ചിക്കിയിടും. എനിക്കും അത്ര വലിയ അറിവൊന്നുമില്ല. കൃഷി അറിയാവുന്നവരിത് കാണുന്നുണ്ടെങ്കിൽ വിചാരിക്കും എന്തൊക്കെ മണ്ടത്തരമാണ് വിളിച്ചു പോകുന്നതെന്ന്. എനിക്കറിയാവുന്നത് കൂട്ട് ഞാനിങ്ങനെ ചെയ്യുവാണ് കേട്ടോ. അല്ലാതെ എവിടെയും പോയി ഒന്നും കണ്ടിട്ടൊന്നുമില്ല. എനിക്ക് പണ്ട് പഠിച്ചതും ഒക്കെ ഇങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്നത് ഞാനിങ്ങനെ
ചെയ്യുന്നു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. നിത്യവഴുതനങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും ഈ വാഴയെല്ലാം ഈ കുഴിയിലെടുത്ത് വെച്ചേക്കുന്നത്. ഇതാണെങ്കിൽ ഒരു വാനം എടുത്തിട്ടാണ്, അതായത് അപ്പുറത്ത് മറു സൈഡിൽ റബ്ബറും തോട്ടം വരുന്നത്. അപ്പോൾ അവിടുന്ന് വേരുകളൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയില്ല, വരാതിരിക്കാൻ വേണ്ടിയിട്ട് വാനം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ല വളക്കൂറുള്ള മണ്ണാണ് കേട്ടോ. ഫാസ്റ്റായിട്ട് തന്നെ നമ്മൾ നട്ട് കഴിഞ്ഞപ്പോഴത്തേനും അത് കിളിച്ച് വരുന്നുണ്ട്. അപ്പം നല്ല വളക്കൂറുള്ള മണ്ണാണ് അവിടുത്തെ. അതുകൊണ്ട് ആ വഴുതനയുടെ തൈയാണേതേ. ആദ്യം കണ്ടത് ചീരയാട്ടോ, ചീരച്ചേമ്പ്. ആ ചീരച്ചേമ്പ് എനിക്ക് അമ്മ കൊണ്ടു തന്നെ, ഞാൻ പറഞ്ഞല്ലോ, കണ്ടില്ലയോ, ഒരു ഗർഭിണിയാണ് ഗൈസ് കിടക്കുന്നത്, ഗർഭിണിയാണ്. അപ്പോൾ അതിങ്ങനെ കിടക്കും. ഞാൻ ക്യാമറയും കണ്ടപ്പോൾ പേടിച്ചു. ഞാൻ പറഞ്ഞു പോട്ടെ സാരമില്ല, അവിടെ കിടന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോന്നു. നല്ലു അത് എടുത്തുകൊണ്ട് വരിക. ആദ്യം കൊണ്ടുപോയ സാധനമില്ലേ തോണ്ടി മാന്തുന്നത്, അത് എടുത്തുകൊണ്ട് വരിക. ചീര കണ്ടില്ലയോ അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, മഴയില്ലാണ്ടിരുന്നപ്പോഴാണ് ഈ ചീരയുടെ അരിയെല്ലാം പാകിയത് അവിടെ. പക്ഷേ നല്ല മഴ പെയ്തിട്ട് അതിൻ്റെ വേരെല്ലാം അളിഞ്ഞു പോയി. അങ്ങനെ കുറേ ചീര നശിച്ചു പോയി. പിന്നെ ഞാൻ കുറച്ച് മാറ്റി നട്ടിട്ടുണ്ട്, അതിങ്ങനെ ആയി വരുന്നുണ്ട്. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് കയറി വരികയാണ്. ഞാൻ പറഞ്ഞിട്ട് അന്നൂസിനോട് TV നിർത്താൻ പറ എന്ന്. അങ്ങനെ സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്. സന്തു വന്നിട്ടുണ്ടായിരുന്നു, സന്തുവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ സന്തുവിന് പെട്ടെന്ന് തന്നെ ചായ ചൂടാക്കി എടുത്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഓക്കെ, ബായ്.